ഇന്ന് ഒത്തിരി ടോക്സിക് ബന്ധങ്ങൾ കൂടുന്നു. സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ദമ്പതികളുടെ ഇടയിൽ കൂടുന്നു. അതിൻ്റെ മുറിവുകൾ ജീവിത പങ്കാളി, ചിലപ്പോൾ ഭാര്യയാകാം, ചിലപ്പോൾ ഭർത്താവാകാം, അത് ഏറ്റെടുക്കേണ്ടി വരുന്നു. അബ്യൂസ്, വെർബൽ ഫിസിക്കൽ അബ്യൂസുകളുടെ എണ്ണം കൂടുന്നു. ആർക്കെങ്കിലുമൊക്കെ അവരുടെ പ്രയോറിറ്റിയിൽ ഒന്നാം സ്ഥാനത്ത് ഞാൻ ആകേണ്ടതല്ലായിരുന്നോ ജീവിതത്തിൽ, അതെൻ്റെ ജീവിത പങ്കാളിയാകുമെന്ന് ഞാൻ വിചാരിച്ചു. അതായത് അവഗണന കൊണ്ട്, പരിഗണന കേടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേൽപ്പിച്ച് കളയുന്നത്. അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഇത് അയച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പരസ്പരം ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പ് പിതാവിൻ്റെ പക്കൽ നമ്മൾ നടത്തുന്ന പ്രതിഷ്ഠയുടെ 11-ാം നാൾ, 33 ദിവസത്തിലെ യാത്രയുടെ 1/3 നമ്മൾ ഇന്ന് പൂർത്തിയാക്കുകയാണ്. 11 ദിവസം. ഇതുപോലെ 2 തവണയും കൂടെ 11 ദിവസം പൂർത്തിയാക്കുമ്പോൾ നമ്മൾ പ്രതിഷ്ഠയുടെ ദിവസം എത്തും, തിരുനാളിൻ്റെ ദിവസം എത്തും. ഈ യാത്ര പൂർത്തിയാക്കുമ്പോൾ ശ്രദ്ധയോടെ, ഭക്തിയോടെ, മടുപ്പ് കൂടാതെ യൗസേപ്പ് പിതാവിൻ്റെ വിലയേറിയ മാധ്യസ്ഥ്യം തേടി ഈ യാത്ര പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെ നമുക്കിപ്പോഴേ തിരുസന്നിധിയിൽ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രത്യേകമായി നമ്മൾ ചിന്തിക്കുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവമുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് പ്രത്യേക നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ പ്രതിഷ്ഠയുടെ നേരത്ത്. ദമ്പതികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ദമ്പതികൾ, അതിൽ തന്നെ മാതാപിതാക്കളുടെ ഒന്നും സപ്പോർട്ടില്ലാതെ അവർ മാത്രമായി ജീവിക്കുന്ന ഇടങ്ങളിൽ, യൗസേപ്പും മറിയവും ഏറെക്കുറെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അവർ തമ്മിലായിരുന്നല്ലോ ഒരുമിച്ചുള്ള മൊമെൻറ്റ്സ് കൂടുതൽ. മറ്റൊരാളെ നമ്മൾ അവിടെ കാണുന്നില്ല ഈശോയെ അല്ലാതെ. ആ ബന്ധങ്ങളിൽ വരുന്ന എല്ലാ സങ്കടങ്ങളെയും, പ്രത്യേകിച്ച് പരസ്പരം ഏൽപ്പിക്കുന്ന മുറിവുകൾ, ഇന്നൊത്തിരി ടോക്സിക് ബന്ധങ്ങൾ കൂടുന്നു. പല വിധത്തിലുള്ള സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ദമ്പതികളുടെ ഇടയിൽ കൂടുന്നു. അതിൻ്റെ മുറിവുകൾ ജീവിത പങ്കാളി, ചിലപ്പോൾ ഭാര്യയാകാം, ചിലപ്പോൾ ഭർത്താവാകാം, അത് ഏറ്റെടുക്കേണ്ടി വരുന്നു. അബ്യൂസ്, വെർബൽ ഫിസിക്കൽ അബ്യൂസുകളുടെ എണ്ണം കൂടുന്നു. ഇതിനേക്കാളൊക്കെ ഉപരി ഒരാളെ തകർക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം, പരസ്പരം മുറിവേൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം അവഗണന. ഇങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ പോലും ഇല്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് കരുതുന്ന പോലുമില്ല എന്ന വിധത്തിൽ ജീവിച്ചു കളയുക. ഈ ദിവസങ്ങളിൽ എന്നോട് സംസാരിച്ച ഒരാൾ പറയുകയായിരുന്നു, അച്ഛാ, ആർക്കെങ്കിലുമൊക്കെ അവരുടെ പ്രയോറിറ്റിയിൽ ഒന്നാം സ്ഥാനത്ത് ഞാൻ ആകേണ്ടതല്ലായിരുന്നോ ജീവിതത്തിൽ, അതെൻ്റെ ജീവിത പങ്കാളിയാകുമെന്ന് ഞാൻ വിചാരിച്ചു. എന്ന് വെച്ചാൽ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഫസ്റ്റ് സ്ഥാനത്ത് ഇടം പിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ അതെൻ്റെ ജീവിത പങ്കാളിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ആയില്ലച്ചു. സങ്കടം. അതായത് അവഗണന കൊണ്ട്, പരിഗണന കേടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേൽപ്പിച്ച് കളയുന്നത്. ഇതെല്ലാം ഇന്ന് നമുക്ക് പ്രാർത്ഥനാ വിഷയമാക്കണം. കാരണം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതിനോടൊക്കെ ചേർന്ന് പോകുന്ന ഒന്നാണ്. അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഇത് അയച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പരസ്പരം ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഒരു പുരുഷനും ഒരു സ്ത്രീയെയും ഇത്രമേൽ സ്നേഹിച്ചിട്ടുണ്ടാകില്ല. ഒരു പുരുഷനും ഒരു സ്ത്രീയെയും ഇത്രമേൽ സ്നേഹിച്ചിട്ടുണ്ടാകില്ല. ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്കിതിനകം മനസ്സിലായിട്ടുണ്ട്. ആരെക്കുറിച്ചാണ്? യൗസേപ്പിനെ കുറിച്ച്. യൗസേപ്പ് മറിയത്തെ സ്നേഹിച്ചതുപോലെ ഇതുവരെ ഒരു പുരുഷനും ഒരു സ്ത്രീയെ, ഒരു ഭർത്താവും ഒരു ഭാര്യയെ സ്നേഹിച്ചിട്ടുണ്ടാകില്ല. മറിയത്തിൻ്റെ ഭർത്താവാകാൻ എത്രത്തോളം സമഗ്രത, വിശുദ്ധി യൗസേപ്പിന് ആവശ്യമായിരുന്നു. അതൊക്കെ ദൈവം യൗസേപ്പിന് നൽകി അനുഗ്രഹിച്ചു. മറിയത്തിന് അറിയാമായിരുന്നു, ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നതെന്ന്. എന്നെ സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന കരങ്ങളാണ്, സാന്നിധ്യമാണ് യൗസേപ്പിൻ്റെതെന്ന് മറിയം തിരിച്ചറിഞ്ഞു. എവറി വൈഫ് ഡിസയേഴ്സ് എ ഹസ്ബൻഡ് ലൈക്ക് സെയിൻറ്റ് ജോസഫ്. എവറി വൈഫ് ഡിസയേഴ്സ് എ ഹസ്ബൻഡ് ലൈക്ക് സെയിൻറ്റ് ജോസഫ്. എല്ലാ ഭാര്യയും ആഗ്രഹിക്കും യൗസേപ്പിനെ പോലെ
ഒരു ഭർത്താവിനെ കിട്ടാൻ. എ പ്യുവർ ജെൻറ്റിൽമാൻ, എ പ്യുവർ ജെൻറ്റിൽമാൻ, എ പ്രൊട്ടക്ടർ, സംരക്ഷകൻ, ഒരു നല്ല അപ്പൻ, എ ഗുഡ് ഫാദർ, എ ലവിങ് ഹസ്ബൻഡ്. ഇതെല്ലാം ചേരുന്ന ഭർത്താവാണ് യൗസേപ്പ് പിതാവ്. ഈ കാലത്തും സ്ത്രീകൾ അർഹിക്കുന്നുണ്ട്. വുമൻ ഡിസേർവ്സ് മെൻ ഹു ആർ പ്രൊട്ടക്റ്റീവ്, സ്ട്രോങ്, ലവിങ് ആൻഡ് ട്രസ്റ്റ് വർത്തി. അല്ലേ? ഏതൊരു സ്ത്രീയാണ് ആഗ്രഹിക്കാത്തത്? ഏതൊരു സ്ത്രീയാണ് ആഗ്രഹിക്കാത്തത്? തന്നെ സ്നേഹിക്കുന്ന, തന്നെ സംരക്ഷിക്കുന്ന, ശക്തനായ, വിശ്വസ്തനായ ഒരു ഭർത്താവിനെ കിട്ടണമെന്ന് ഏത് സ്ത്രീയാണ് ആഗ്രഹിക്കാത്തത്? പ്രത്യേകിച്ച് ഇന്ന് ഞാൻ അവസാനത്തേക്ക് പറയാൻ പോയാലോന്നോർത്താണ്. പ്രത്യേകിച്ച് നിങ്ങളിത് വിവാഹപ്രായത്തിലേക്ക് എത്തുന്ന നമ്മുടെ യുവതികൾക്ക് അയച്ചു കൊടുക്കണേ ഇന്നത്തെ ഈ സന്ദേശം. കാരണം അവരോട് പറയണം, യൗസേപ്പ് പിതാവിനോട് പ്രത്യേക മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാൻ പറയണം, നല്ല ഭർത്താവിനെ ലഭിക്കാൻ. ഒപ്പം എല്ലാ ആൺകുട്ടികൾക്കും അയച്ചു കൊടുക്കണം. ആൺകുട്ടികൾക്ക് അയച്ചു കൊടുക്കുന്നത് എന്ത് പറഞ്ഞിട്ടായിരിക്കണം? യൗസേപ്പിനെ പോലെ ഒരു നല്ല ഭർത്താവാകാൻ ഒരുക്കാൻ യൗസേപ്പ് പിതാവിൻ്റെ തന്നെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കണം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്ന ഒരു സുന്ദരമായ വാക്യമുണ്ട്. എവറി മാൻ എൻട്രസ്റ്റഡ് വിത്ത് ദ മിസ്റ്ററി ഓഫ് വുമൻ ത്രൂ ഹിസ് വൈഫ്. എല്ലാ പുരുഷനും അവനൊരു ഭാര്യയെ ലഭിക്കുന്ന വഴി സ്ത്രീത്വത്തിൻ്റെ മഹത്വത്തെ പാലിക്കാൻ അവനെ ഏൽപ്പിക്കുകയാണ്. സ്ത്രീത്വത്തിൻ്റെ രഹസ്യത്തെ സംരക്ഷിക്കാൻ അവൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്ന്. ഡിഗ്നിറ്റി ആൻഡ് മിസ്റ്ററി ഓഫ് വുമൻഹുഡ്. സ്ത്രീത്വത്തിൻ്റെ ആഢ്യത്വവും സ്ത്രീത്വത്തിൻ്റെ രഹസ്യാത്മകതയും പാലിക്കാൻ ഒരു ഭർത്താവിൻ്റെ പക്കൽ ഒരു ഭാര്യ, അങ്ങനെ ആയിരിക്കണം അവർ തമ്മിലുള്ള ബന്ധമെന്ന്. നിനക്കൊരു ഭാര്യ ഉണ്ടായിരിക്കുക എന്നാൽ സ്ത്രീത്വത്തിൻ്റെ രഹസ്യാത്മകതയെ സംരക്ഷിക്കാൻ, മാനിക്കാൻ നിനക്ക് ദൈവം അവളെ സമ്മാനിച്ചിരിക്കുകയാണ് എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് കുടുംബജീവിതത്തിൽ മാത്രമല്ല, നമ്മളിപ്പോൾ കുടുംബങ്ങളെക്കുറിച്ചാണ്. കുടുംബങ്ങളിൽ യൗസേപ്പിനെ പോലെയുള്ള ഭർത്താക്കന്മാരുണ്ടാകണം എന്നാണ് നമ്മൾ പറഞ്ഞത്. കുടുംബത്തിൽ മാത്രമല്ല, സഭയിലും, സഭ മുഴുവനും എടുത്താലും ഏതൊരു ക്രിസ്ത്യാനിയാണ് ആഗ്രഹിക്കാത്തത് യൗസേപ്പിനെ പോലെയുള്ള വൈദികരെ, മെത്രാന്മാരെ ഞങ്ങൾക്ക് ലഭിക്കണമെന്ന്? അല്ലേ? മിശിഹായുടെ മണവാട്ടിയായ തിരുസഭയ്ക്ക് അർഹതയില്ലേ യൗസേപ്പിനെ പോലെയുള്ള പുരോഹിതരെ, മെത്രാന്മാരെ ലഭിക്കാൻ? യൗസേപ്പിനെ പോലുള്ള വൈദികരെ, മെത്രാന്മാരെ ലഭിക്കാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കണം. അതായത് ആട്ടിൻപറ്റത്തെ ആക്രമിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന ചെന്നായ്ക്കളെ നിഷ്കരുണം ആക്രമിക്കാൻ തൻ്റെ ഇടമുള്ള പുരോഹിതരെ, ജീവൻ്റെ രഹസ്യത്തെ, ജീവൻ്റെ സുവിശേഷത്തെ ആർജവത്വത്തോടെ പ്രഘോഷിക്കുന്ന വൈദികരെ, സത്യത്തെ തീക്ഷ്ണതയോടെ ഏറ്റുപറയുന്ന പുരോഹിതരെ, ക്രൈസ്തവ ഉപവി പാലിക്കുന്ന പുരോഹിതരെ, യൗസേപ്പിനെ പോലെയുള്ള പുരോഹിതരെ ഈ കാലത്ത് സഭയ്ക്ക് ആവശ്യമുണ്ട്. അത് സഭയുടെ അർഹതയാണ്, സഭയുടെ അവകാശമാണ്. അതുകൊണ്ട് തിരുസഭയോർത്തും നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പറഞ്ഞു വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുകയാണ്. യൗസേപ്പ് പിതാവ് എല്ലാ അപ്പന്മാർക്കും എന്നുള്ള പിതൃത്വത്തിന് മാതൃകയാണ്. അത് ഭർത്താവാകട്ടെ, കുഞ്ഞുങ്ങൾക്കപ്പനാകട്ടെ, പുരോഹിതനാകട്ടെ, മെത്രാനാകട്ടെ, പുരുഷത്വത്തിന്, പിതൃത്വത്തിന് മാതൃകയാണ് യൗസേപ്പ് പിതാവ്. ഓരോ പുരുഷനും വിളിക്കപ്പെട്ടിരിക്കുന്നത് തനിക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ, അത് കുടുംബമാകട്ടെ, ഇടവക സമൂഹമാകട്ടെ, തൻ്റെ ആശ്രമവാസികളാകട്ടെ, തൻ്റെ അജഗണമാകട്ടെ, ഓരോ പുരുഷനും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദ വൊക്കേഷൻ ഓഫ് ഈച്ച് മാൻ. ഓരോ പുരുഷനും വിളിക്കപ്പെട്ടിരിക്കുന്നത് തനിക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ സ്നേഹത്തോടും കരുണയോടും കൂടെ പാലിക്കാനാണ്. അത് നമ്മൾ മറന്നു പോകുമ്പോൾ യൗസേപ്പ് പിതാവ് നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പ്രതിഷ്ഠയുടെ ഈ 11-ാം നാൾ നമുക്ക് പ്രാർത്ഥിക്കാം. യൗസേപ്പിനെ പോലെയുള്ള പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ, അപ്പന്മാരെ, വൈദികരെ, മെത്രാന്മാരെ ഈ കാലത്തിന് സഭയ്ക്ക് ലഭിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. ലുത്തീനിയ ചൊല്ലി പ്രാർത്ഥിക്കാൻ ഓർക്കണേ. യൗസേപ്പ് പിതാവിൻ്റെ പ്രതിഷ്ഠാ ജപം നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ചൊല്ലി കാഴ്ചവെക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ
വിശുദ്ധ യൗസേപ്പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങെപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.